മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ക്രമക്കേട്, രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നിയമവിരുദ്ധമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വസ്തുതകൾ വ്യക്തമാക്കി കോൺഗ്രസിന് മുമ്പും മറുപടി നൽകിയതാണ്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിലും ലഭ്യമാണ്. എന്നാൽ വീണ്ടും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ വസ്തുതകളെല്ലാം പൂർണ്ണമായും അവഗണിക്കപ്പെടുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിയമത്തോടുള്ള അനാദരവാണെന്നും വോട്ടർമാരിൽ നിന്ന് അനുകൂല വിധി ലഭിക്കാത്തപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിട്ടുവീഴ്ച ചെയ്തുവെന്ന ആരോപണങ്ങൾ അസംബന്ധമാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് സുതാര്യതയ്ക്കായി പ്രവർത്തിക്കുന്നവരെ നിരാശപ്പെടുത്തുന്ന നടപടിയാണ് രാഹുൽ ഗാന്ധിയുടേതെന്നും കമ്മീഷൻ മറുപടി പറഞ്ഞു. അതേസമയം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ക്രമക്കേട് ആരോപണത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ രംഗത്തെത്തി. രാഹുലിന് പരാജയഭീതി, രാഹുൽ തെറ്റായ പ്രചരണം നടത്തുകയാണെന്നും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയം ഉറപ്പിച്ചെന്നാണ് ഇപ്പോഴത്തെ ആരോപണം വ്യക്തമാക്കുന്നതെന്നും JP നദ്ദ ആരോപിച്ചു. 5 ഘട്ടമായാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നുവെന്ന് ഹിന്ദി, ഇംഗ്ലീഷ് പത്രങ്ങളിൽ എഴുതിയ ലേഖനത്തിൽ രാഹുൽ ഗാന്ധി ആരോപിച്ചത്. ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിൻ്റെ രൂപരേഖയായിരുന്നു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പെന്നാണ് രാഹുലിൻ്റെ വാദം. തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്ന പാനലിനെ മാറ്റുക, വ്യാജ വോട്ടർമാരെ പട്ടികയിൽ ചേർക്കുക, തെളിവുകൾ നശിപ്പിക്കുക തുടങ്ങിയ നടപടികൾ ഉണ്ടായതായി രാഹുൽ ഗാന്ധി ആരോപിച്ചു. ബീഹാറിലും ക്രമക്കേടിന് സാധ്യതയുണ്ടെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. ഇതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയത്.